വാൾപ്പാറയിലെ വാഹനാപകടത്തിൽ അധ്യാപകർ മരിച്ചതിൽ മന്ത്രി വി ശിവൻകുട്ടി തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. പാങ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മലപ്പുറം ഡിഒ സുനിതയ്ക്ക് താൽക്കാലിക ചുമതല നൽകി. ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരടക്കമുള്ള 9 പേരുടെ ദാരുണാന്ത്യം അതീവ ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവുമാണ്. ഈ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള എല്ലാവിധ സഹായങ്ങളും സർക്കാർ ഉറപ്പാക്കും. GUPS പാങ്ങിലെ പ്രധാന അധ്യാപകൻ ശ്രീ അഹമ്മദ് കുട്ടിക്ക് GLPSന്റെ താൽക്കാലിക ചുമതല കൂടി നൽകും. അധ്യാപക നിയമനം ആവശ്യമായ അധ്യാപകരെ അടിയന്തരമായി താൽക്കാലികമായി നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. മലപ്പുറം DDയുടെ ചുമതല വഹിക്കുന്ന മലപ്പുറം DEO ശ്രീമതി സുനിതയ്ക്കായിരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം. ദുരന്തം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുവാൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായത്തിനുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച സമർപ്പിക്കുന്നതാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ദുരന്തത്തിൽ പ്രധാനാധ്യാപികയടക്കം അധ്യാപകരെ മുഴുവൻ നഷ്ടമായ സ്കൂളാണ്. അപ്പോൾ അടിയന്തരമായ സാഹചര്യത്തിൽ എന്താണ് നടപടി ഒരുങ്ങുന്നത് സർക്കാർ? സ്മൃതി, ഏറെ ഹൃദയഭേദകമായിട്ടുള്ളൊരു സംഭവമാണ് മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആശങ്കയുണ്ട്. അവരുടെ അധ്യാപകർ നഷ്ടപ്പെട്ട നിരാശയിലാണ് ആ കുട്ടികളൊക്കെയും കഴിയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആശങ്കകൾ ഇനി വേണ്ട. ഈ അധ്യയനം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നൽകിയിരിക്കുന്നത്. ഇതിനായിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങൾക്കും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് മലപ്പുറം DO സുനിതയ്ക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മറ്റൊന്ന്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടറിനും ചുമതല നൽകിയിട്ടുണ്ട്. മേൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമാണ് നിലവിലൊരുക്കുന്നത്. മറ്റൊന്ന്, അധ്യാപകർക്ക് പകരമായിട്ട് താൽക്കാലിക അധ്യാപകരെ അവിടെ നിയമിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത്, അധ്യയന വർഷം ആരംഭിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് കുട്ടികൾക്ക് ഈ കൗൺസിലിംഗ് നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ്. ആരോഗ്യവകുപ്പുമായി ചേർന്ന് ശിശു വികസന വകുപ്പ് ഓഫീസർ ഗോപകുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ കൗൺസിലിംഗ് നൽകുക. ഈ സ്കൂളിന്റെ മേൽനോട്ടം നിലവിൽ പ്രധാന അധ്യാപകൻ കൂടിയായിട്ടുള്ള അഹമ്മദ് കുട്ടിക്കായിരിക്കും താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഏകോപനം എന്തായാലും നടത്തിയാണ് ഈ വരുന്ന അധ്യയന വർഷം കുട്ടികൾക്കായിട്ട് ക്ലാസുകൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നിലവിൽ മന്ത്രി ഒരുക്കിയിരിക്കുന്നതെന്നാണ് അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.